അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബർത്ത്ഡേ സ്പെഷ്യൽ ഡാൻസ് കവറിൻ്റെ ഷൂട്ട് ഉണ്ടാവുമെന്ന്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മേക്കപ്പിന് പോവാണ്. അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷിയാൻത്തയാണ് കേട്ടോ. ഷിയാസ് മേക്ക് ഓവർ ഇൻസ്റ്റയിലുണ്ട്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് തന്നെ മേക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏർലി മോർണിംഗ് തന്നെ മേക്കപ്പിന് പോയത് വേറെ ഒന്നുമല്ല കേട്ടോ, മോർണിംഗ് തന്നെയായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. തൃശ്ശൂർ തന്നെയായിരുന്നു, ചെപ്പാറയിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി ആ ഒരു ഏരിയയിലായിട്ടാണ് ഷിയാൻത്തയുടെ വീട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ സെറ്റാക്കിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയണ്ടല്ലോ, ഗൂഗിൾ അമ്മായിയല്ലേ വഴി കറക്റ്റ് സ്ഥലത്ത് കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു. വഴിയൊക്കെ തെറ്റി അങ്ങനെ ആകെ സീനായിട്ടോ. എന്നിട്ട് പിന്നെയും ഇത്താനെ കോൾ ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത്. നമ്മളപ്പോൾ കറക്റ്റ് റൂട്ടാന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ഏതോ ഒരു വഴിയിൽ ഇങ്ങനെ പോസ്റ്റായി നിന്നു കേട്ടോ. എന്നിട്ട് ലൊക്കേഷൻ കറക്റ്റ് തന്നെയാണോ നോക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റായി നിന്നു. അപ്പോഴും കറക്റ്റായിട്ട് തന്നെയായിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നത്, പക്ഷെ വേറെ എവിടെയാണ് എത്തിയത്. എന്നിട്ട് അവസാനമായി തന്നെ വീഡിയോ കോൾ ചെയ്തിട്ടും ലൊക്കേഷൻ കാണിച്ചു കൊടുത്തിട്ടാണ് അവസാനം അവർ വീട്ടിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരാൾ വ്ളോഗും പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഷിയാൻത്തയാണ്. അപ്പോൾ ഇത്താക്കും വ്ളോഗ് ചാനലുണ്ട്, ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യും. അപ്പോൾ അപ്പോൾ എന്നെ കണ്ടതിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇത് അവരെ വീട്ടിലെ ക്യാറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ഞാൻ അടുത്ത് ചെന്നില്ല. ഷിയാൻത്താക്ക് പിന്നെ ഒരു ബേബി കൂടി ഉണ്ട് കേട്ടോ, ഐസു ബേബി. ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ അവനെ എണീറ്റിട്ട് അവനെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഏർലി മോർണിംഗ് പോയതുകൊണ്ട് അവനെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഐലൈനറും ലിപ്സ്റ്റിക്കും. ഞാനത് മാത്രമാണല്ലോ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ഞങ്ങൾക്കൊരു വീഡിയോ ആക്ച്വലി എടുക്കണമായിരുന്നു, ഒരു ട്രാൻസിഷൻ വീഡിയോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഐലൈനറും ലിപ്സ്റ്റിക്കും സെറ്റാക്കിയിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ ഞാൻ അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്ത് ഇപ്പോൾ ഇതാ ഷിയാൻത്ത ഹെയറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിയാൻത്താനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ എന്താ പറയുക, ഞാൻ തേർഡിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഭവൻസിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്, ആക്കമ്പല ഭവൻസിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സിനി ചേച്ചിയുടെ അവിടെ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു തേർഡ് ക്ലാസ്സിലാണ് തോന്നുന്നു, തേർഡാണോ ഫോർത്താണോ, തേർഡ് തൊട്ടാണ് പോയത് തോന്നുന്നുണ്ട്. തേർഡിൽ ട്യൂഷന് പോയ ടൈമിൽ ഷിയാൻത്ത 10th ആണോ +1 ആണോ എന്ന് ഓർമ്മയില്ല, എന്തായാലും 10th +1 +2 ഞങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷിയാൻത്ത ആ ക്ലാസ്സിലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്നു ട്യൂഷനിലുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര ബോണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്പറൊക്കെ പോയി, കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാതെയായി. പിന്നെ ഇൻസ്റ്റയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത ടൈമിൽ ഫോളോ റിക്വസ്റ്റൊക്കെ അയച്ച് അങ്ങനെ നമ്മൾ വീണ്ടും ആ ബോണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ കുഞ്ഞുനാളിലേ തൊട്ട് എനിക്ക് ഷിയാൻത്താനെയും ഷിയാൻത്തയുടെ ബ്രദറിനെയും അറിയാം കേട്ടോ. അതിൽ നിന്നാണ് ഇക്കയുടെ പേര്. അവർ രണ്ടുപേരും എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്ത് വീണ്ടും ആ ബോണ്ട് സ്ട്രോങ് ആക്കി എടുത്തു. അപ്പോൾ പിന്നെന്താ, ഷിയാൻത്ത ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഷിയാൻത്ത അടുത്തേക്ക് ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം പോയതാണ്. അപ്പോൾ രണ്ടുപേർക്കും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫേസിൽ. കാരണം ഷിയാൻത്ത തന്നെ കുഞ്ഞു കുട്ടിയായപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയത്. അന്ന് എന്താ പറയുക, ഭവൻസിലെ യൂണിഫോം എന്ന് പറഞ്ഞാൽ കുട്ടി ഫ്രോക്കാണ്. വൺസിൽ പഠിക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും, ഡാർക്ക് ബ്ലൂവും വേറൊരു ബ്ലൂ ആയിരുന്നു ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ. അപ്പോൾ എന്താ പറയുക, കുട്ടി ഫ്രോക്ക് ആയതുകൊണ്ട് ഞാനിപ്പോഴും കുഞ്ഞ് തന്നെയാണ്, പക്ഷെ അന്ന് ഒന്നും കൂടി, ഇപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ അന്ന് ഊഹിക്കാവുന്നതല്ലല്ലോ, അന്ന് അത്രയും കുഞ്ഞിതായിരുന്നു. അപ്പോൾ ആ ഫ്രോക്ക് ഇട്ട് മമ്മിയുടെ സ്കൂട്ടിയിൽ ഇങ്ങനെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് വരുന്ന ആ ഒരു ഓർമ്മ ഉണ്ടെന്നൊക്കെ ഷിയാൻത്ത അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഞാൻ ഭയങ്കര സൈലൻ്റായി ഒന്നും സംസാരിക്കാതിരിക്കണേന്ന്. വേറെ ഒന്നും അല്ല കേട്ടോ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. മറ്റത് ഇങ്ങനെ ബർത്ത്ഡേ ഷൂട്ടായാലും ഒരു 5 or 6 hour ഉറങ്ങാറുണ്ടായിരുന്നു. ഇത് ഞാൻ 1 hour 2 hour പോലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഷൂട്ടായിരുന്നു. ഷൂട്ട് ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് വന്നൊരു കൊളാബ് ഷൂട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഡാൻസ് ആക്ച്വലി കൊറിയോ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഇനിയും കൊറിയോ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഷൂട്ട് എടുക്കുമ്പോൾ എന്താ പറയുക, ആ ഒരു ഏർലി മോർണിംഗ് എടുക്കുമ്പോൾ സൺലൈറ്റ് വരരുതല്ലോ, വന്നാൽ പിന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഗുമ്മ് പോയി കിട്ടും വന്നാൽ. അപ്പോൾ എന്താ പറയുക, അധികം ലേറ്റ് ആക്കാനും പാടില്ല, എടുക്കുന്ന വീഡിയോഗ്രാഫറിനായാലും ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഉറങ്ങാതെ ഈ ഡാൻസ് ഫുള്ളിരുന്ന് കൊറിയോ ചെയ്തു കേട്ടോ. ഫുള്ളെന്ന് പറയാനും പറ്റില്ല, കുറച്ചേ കൊറിയോ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മേക്കപ്പിന് പോകുമ്പോഴും എൻ്റെ കൊറിയോഗ്രാഫി ആക്ച്വലി ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ടെൻഷനിലായിരുന്നു എന്ത് ചെയ്യുമെന്ന്. പിന്നെ സ്പോർട്ട് കൊറിയോഗ്രാഫി ഒന്നും ചെയ്യാൻ എനിക്കറിയില്ല. എനിക്ക് നല്ലോണം പ്ലാൻ ചെയ്ത് സ്റ്റെപ്സൊക്കെ നല്ലോണം തിങ്ക് ചെയ്തിട്ടാണ് എനിക്കത് കൊറിയോ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ എനിക്ക് മനസ്സിൽ ഉറപ്പായിരുന്നു അയ്യോ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ കൊറിയോഗ്രാഫി എന്തായാലും മോശമാവും, ഒരു രസവും ഉണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറേ ആൾക്കാർ പറയാറുണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സ്റ്റെപ്സിലായാലും അല്ലെങ്കിൽ വീഡിയോയിൽ കാണുമ്പോഴായാലും എന്തെങ്കിലും ഒരു വെറൈറ്റി എല്ലാറ്റിലും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ എല്ലാവരും ഇത് പറയുമ്പോൾ അയ്യോ ഇനി ചെയ്യുമ്പോൾ അത് ഉണ്ടാവില്ലേ എന്നുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ. പക്ഷെ ചെയ്തു വന്നപ്പോൾ എനിക്കിഷ്ടമായി, സെറ്റായി. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ സോങ് പ്ലേ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ കുറച്ചും കൂടി അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഇരുന്നിട്ട് കൊറിയോഗ്രാഫി ചെയ്തു. ഫുട് വർക്ക് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാമല്ലോ ആ ടൈമിലെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തു. ഇപ്പോൾ കാണുന്നത് ലെൻസ് വെക്കുന്ന ചടങ്ങാണ്. ഞാൻ ലെൻസ് കുറേ പ്രാവശ്യം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും എനിക്കത് വെക്കുമ്പോൾ എന്തൊക്കെയോ പേടിയാണ്. അപ്പോൾ കുറേ പ്രാവശ്യം ചെയ്യാത്ത കുറേ ട്രൈ ചെയ്തു. ഒരു കണ്ണിൽ വെച്ചപ്പോൾ സെറ്റായി, മറ്റേ കയ്യിൽ വെച്ചപ്പോൾ സെറ്റായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ കണ്ണിങ്ങനെ ചിമ്മി 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 ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് സംഭവം ഉണ്ടായിരുന്നത്. എന്നിട്ട് അവസാനം എങ്ങനെയൊക്കെയോ വെച്ചു. നോക്കാൻ പറ്റില്ല, നീ സെന്ററിലേക്ക് നോക്കിയിട്ടിരിക്കും. കൃഷ്ണമണി അങ്ങോട്ട് പോവില്ലേ അങ്ങനെ നോക്കുമ്പോ? കണ്ടോ കാണയോ? സോറി, എന്താ ചെയ്യാ, കണ്ണ് പിടിക്കാൻ പറ്റുമോ? കണ്ണ് പിടിച്ചിട്ടാ ഞാൻ ചെയ്യണത്. പോയി ഇതിൽ കൂടുതൽ പിടിച്ചാ ചെലപ്പോ. എന്നിട്ട് അവസാനം എങ്ങനെയൊക്കെയോ വെച്ചു കേട്ടോ. അയ്യോ അത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമല്ല, ഞാൻ കുറേ പ്രാവശ്യമായി വെക്കണം. പക്ഷെ എന്നാലും എനിക്ക് ലെഫ്റ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല, റൈറ്റ് വെക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്യണ പോലെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഭാഗ്യം കൊണ്ട് 2 ലെൻസും വെച്ചു. അപ്പോൾ ഞാനവിടെ സ്റ്റെപ്സ് കണ്ടില്ലേ കൊറിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു സംഭവം ഞാൻ വിചാരിച്ച ടൈമിൽ സെറ്റായില്ലെങ്കിൽ എനിക്ക് ടെൻഷൻ കൂടും. ഞാനിത് ആക്ച്വലി ഞാൻ സത്യം പറയട്ടെ 6th ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ 6th ഞാനിത് കൊറിയോ ചെയ്യാനിരുന്നത്. അതായത് നമ്മുടെ സർപ്രൈസായിട്ട് ഫാമിലിയും പിന്നെ എൻ്റെ നിരഞ്ജനയും അവരൊക്കെ വരുന്ന ടൈമിൽ ഞാനിത് കൊറിയോ ചെയ്യായിരുന്നു. കാരണം പിറ്റേ ദിവസം എനിക്ക് ഷൂട്ട് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 4 മണിക്കാണോ 6 മണിക്കാണോ എന്നറിയില്ല, 6 മണിക്ക് തോന്നുന്നു, 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത് ഒരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 മണിക്ക് ഇത് എന്തായാലും അവസാനിക്കും. 8 മണിക്ക് അവസാനിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിരുന്നു എനിക്ക് അവസാനിക്കുന്നത്. 8 മണിക്ക് അവസാനിച്ച് കഴിഞ്ഞിട്ട് ഒരു 8 to 9 വരെ കാര്യങ്ങളെല്ലാം ചെയ്യുക. അല്ലെങ്കിൽ ഒരു 10 വരെ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഡ്രസ്സ് അയൺ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ ഷൂട്ടിന് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് കംപ്ലീറ്റ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റ് ഒരു ഷാർപ്പ് 10 മണിക്ക് കിടന്നുറങ്ങി പിറ്റേ ദിവസം എന്താ പറയുക നേരത്തെ എണീച്ചിട്ട് ഷൂട്ടിന് മേക്കപ്പിനായാലും ഷൂട്ട് ചെയ്യാനായാലും പോകാമല്ലോ എന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഉറക്കമില്ലെങ്കിൽ ഞാൻ ഫുൾ പോയിട്ടോ. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് മാക്സിമം ഒരു 6 ഹവറെങ്കിലും ഉറങ്ങണം. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇപ്പം അത്രയും അർജൻറ്റായിട്ട് എന്തെങ്കിലും ഷൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വരികയാണെങ്കിൽ ഒരു 4 ഹവറെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ തീരെ പറ്റില്ല കേട്ടോ. എന്തായാലും 6 ഹവർ ഉറങ്ങിയാലാണ് കറക്റ്റായിട്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങളും അതേപോലെ തന്നെ ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളും അതേപോലെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്ത കാര്യങ്ങളും എല്ലാം മൈൻഡിൽ നിൽക്കുക, എല്ലാം സെറ്റായി വരുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവോ എന്തോന്ന്. കാരണം ഉറക്കമില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. ഇപ്പോൾ ഉറക്കമില്ലാഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഷൂട്ടിന് പോയാലും നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തോളണം എന്നില്ല. ബുദ്ധിമുട്ടാണ്, റിസ്ക്കാണ് സംഭവം. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമുക്ക് ഷൂട്ട് എടുക്കുമ്പോഴായാലും കുറേ ടേക്ക് പോകുമ്പോൾ ആ ഒരു എനർജി കിട്ടണ്ടേ. അല്ലെങ്കിൽ ഡള്ളായി കഴിഞ്ഞാൽ ഫേസ് ആയാലും ഡള്ളാവുന്നൊരു പ്രശ്നം എനിക്കുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് പടച്ചോൻ കാത്തു, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഉറക്കത്തിൻ്റെ ക്ഷീണം മേക്കപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ ആയി. പിന്നെ എന്താ പറയുക, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പക്കാ എനർജിയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഷൂട്ട് നല്ല രീതിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ പറഞ്ഞു ഇങ്ങനെ കൊറിയോ ചെയ്യുന്ന ടൈമിലാണ് അപ്പോൾ അവർ വന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ എന്താ പറയുക, ഇങ്ങനെ വീട്ടിലിങ്ങനെ നന്നായിട്ട് കുറേ ഇരുന്ന് സംസാരിച്ചു അവരായിട്ട്. പിന്നെ നിരഞ്ജന വന്നപ്പോൾ അവളായിട്ട് സംസാരിച്ചു. അങ്ങനെ അവൾ പോയി. പിന്നെ നമ്മൾ ലേറ്റ് നൈറ്റ് നമ്മളിങ്ങനെ സംസാരിച്ചിരുന്ന ടൈം പോയത് അറിഞ്ഞില്ല. നമ്മൾ ഫുഡ് കഴിക്കാനും ഔട്ടിങ്ങിന് പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ നല്ലോണം ഇരുന്ന് ടൈം പോയി. അങ്ങനെ നമ്മൾ ലേറ്റായിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി. ഒരു 11 ആ ടൈമിൽ പോയി. എന്നിട്ട് 12 മണിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പോഴേക്കും. പിന്നെ എനിക്ക് ഉറങ്ങാനൊന്നും ടൈം കിട്ടിയില്ല. ഞാൻ കൊറിയോ പകുതി വെച്ച് നിർത്തിയല്ലോ. അപ്പം ഞാൻ കുറച്ച് നേരം ഇരുന്ന് കൊറിയോ ഒക്കെ ചെയ്തു. എന്നിട്ടും കൊറിയോ ചെയ്തിട്ട് അത് തീരുന്നേ ഉണ്ടായിരുന്നില്ല. കൊറിയോ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സമാധാനമായിട്ടിരുന്ന് ചെയ്യണം. നമുക്ക് പെട്ടെന്ന്, എനിക്ക് അങ്ങനെയാട്ടോ,
എനിക്കിങ്ങനെ പെട്ടെന്നൊന്നും സ്പോട്ടിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് സ്റ്റെപ്പ് ഉണ്ടാക്കാൻ എനിക്കറിയില്ല. എനിക്ക് നല്ലോണം അതിരുന്ന് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ സ്റ്റെപ്പ് കിട്ടുള്ളൂ. കാരണം ഞാൻ ഒരുവിധം എല്ലാം എൻ്റെ വേർഷനിലാണ് ചെയ്യാറുള്ളത്, എൻ്റെ കൊറിയോഗ്രാഫിയിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ കൊറിയോഗ്രാഫി എന്ന് പറയുമ്പോൾ എനിക്ക് ഉള്ളിൽ നിന്ന് വരണ്ടേ എന്തെങ്കിലും. അപ്പോൾ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ സ്പോട്ടായിട്ട് അങ്ങനെ വരില്ല. എനിക്ക് നല്ലോണം ഇരുന്ന് ആലോചിച്ചാലാണ് സംഭവം കിട്ടുള്ളൂ. അപ്പോൾ കുറേ നേരം ഈ കൊറിയോ ചെയ്യണതിൽ ടൈം പോയി, എന്നിട്ടും അത് തീരുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ എനിക്ക് ആകെ ഞാൻ ഡെസ്പായി, അയ്യോ ഇത് തീർന്നില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ ഷൂട്ട് എടുക്കുക, പെട്ടെന്ന് സ്റ്റെപ്പ് ഉണ്ടാക്കി അത് ചിലപ്പോൾ കൊളാവുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ മേക്കപ്പിൻ്റെ അവിടെ പോയപ്പോൾ സാരിയാണല്ലോ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നത്. പിന്നെ സാരി വൈറ്റ് സാരി ആയിരുന്നു, ഇത് മമ്മിയുടെ സാരി കേട്ടോ, ഞാൻ അടിച്ചു മാറ്റിയതാണ്. അപ്പോൾ ബ്ലൗസ് മമ്മിയുടെയാണ്. വൈഡിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ മമ്മി നല്ല വൈഡിലാണ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക. എനിക്ക് വൈഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ബാക്ക് വൈഡ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്നാലും സാരി നമ്മൾ സെറ്റാക്കി. അപ്പോൾ എനിക്ക് സാരി എടുക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ചുരിദാറായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ എൻ്റെ ആ ഒരു കൊറിയോ ചെയ്ത് വന്നപ്പോൾ കുറച്ചൊക്കെ കൊറിയോഗ്രാഫി സെറ്റായപ്പോൾ എനിക്ക് തോന്നി അത് ആക്ച്വലി ചുരിദാറിലല്ല ഞാൻ ചെയ്യേണ്ട, സാരി ആയിരിക്കും ഒന്നും കൂടി ബെറ്റർ ആവാമെന്ന് ഫീൽ ചെയ്തപ്പോൾ സാരിയിലോട്ട് മാറ്റിയതാണ്. അപ്പോൾ സാരി ആയതുകൊണ്ട് ടൈം എടുത്തു, അത് സാരി ഡ്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുത്തു. അതേപോലെ തന്നെ മേക്കപ്പിനായാലും. അപ്പോൾ എനിക്ക് കുറച്ച് ടൈം കൊറിയോഗ്രാഫിക്ക് വേണ്ടി ടൈം കിട്ടിയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കൊറിയോ ഉണ്ടാക്കി കേട്ടോ. ആ കൊറിയോ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഉറങ്ങാത്തതുകൊണ്ടേ നമുക്ക് കണ്ണിങ്ങനെ അടഞ്ഞു പോകും. പുറത്തിന് റിംഗ് ലൈറ്റും അവിടെ ലൈറ്റൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും ഉറക്കം വന്നങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനും കൂടി ഉണ്ടായിരുന്നു. പിന്നെ സാരില്ല, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിന് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലാതെ സംഭവം നടക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ മെനക്കെട്ട് കാര്യങ്ങളൊക്കെ ഡീലാക്കി എല്ലാം സെറ്റാക്കി എടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഷൂട്ട് പോയി. പിന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഉണ്ടല്ലോ, സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ മറക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മളിങ്ങനെ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ സ്റ്റെപ്പ് ഞാൻ തന്നെ മറക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പം ഞാനിപ്പോൾ വീട്ടിലായാലും കൊറിയോ ചെയ്യുന്ന ടൈമിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാനത് റെക്കോർഡ് ചെയ്ത് വെക്കും, വീഡിയോ എടുക്കും, സെൽഫായിട്ട് തന്നെ വീഡിയോ എടുത്ത് വെക്കും. അതാകുമ്പോൾ നമുക്ക് ഓർമ്മ നിൽക്കുമല്ലോ. ഇത് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല, കാരണം മേക്കപ്പ് ചെയ്യുന്ന ടൈമിലാണ് കൊറിയോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ വന്നു. പക്ഷെ എന്തോ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു വീഡിയോ എടുക്കാൻ വന്ന ചേട്ടനായാലും എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ചേട്ടാ ട്രയലൊന്ന് നോക്കിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറയും, അതിനൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. പിന്നെ നമ്മൾ കട്ട് പീസായിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം സ്റ്റെപ്സ് ഒന്നും ബൈ ഹാർട്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നൊന്നും വരുന്നുണ്ടായിരുന്നില്ല, കാരണം ഡയലോഗ് പ്ലസ് ഡാൻസ് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് വരുന്നുണ്ടായിരുന്നില്ല. അതിൽ ഡയലോഗ് കുറച്ച് സ്പീഡായിരുന്നു. അപ്പോൾ റീല് കാണാത്തവർ എന്തായാലും പോയിട്ട് ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ടൈം പോയി. പക്ഷെ നമ്മുടെ വീഡിയോഗ്രാഫർ നല്ല സപ്പോർട്ടായതുകൊണ്ട് കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ. നല്ല ക്ഷമയുള്ള ഒരാളായിരുന്നു, അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എഡ്വിൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര് കേട്ടോ. ലല്ലു ഫോട്ടോഗ്രാഫി എന്നാണ് ഇൻസ്റ്റയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് ഫുൾ സപ്പോർട്ട് ആകുന്നതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റി. അപ്പോൾ ഞാൻ അതിൽ ഇച്ചു ബേബിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്നും പറയാൻ ടൈം കിട്ടിയില്ല, അതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ടൈമിൽ എനിക്ക് അവിടെ ചെപ്പാറിൽ എത്താൻ പറ്റിയില്ല, കുറച്ച് ലേറ്റായി. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്ന് മേക്കപ്പിൻ്റെ അവിടെ നിന്ന് ആക്ച്വലി റീൽ എടുക്കണമുണ്ട്. അപ്പോൾ ട്രാൻസിഷൻ വീഡിയോ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരു ട്രാൻസിഷൻ കിട്ടണമല്ലോ. അപ്പോൾ റീല് കുറേ പ്രാവശ്യം അങ്ങനെ ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തി. അപ്പോൾ ആ ചേട്ടൻ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷാർപ്പ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ സോങ് കേട്ടിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഞാനിങ്ങനെ സോങ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക, കാരണം എനിക്ക് സ്റ്റെപ്പ് മറക്കുമോ എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനോട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു, സീനില്ല, കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി, നീ ഒന്ന് തിങ്ക് ചെയ്യേ, എന്നിട്ട് ഒരു ട്രയൽ പോയി നോക്ക്, അങ്ങനെ നമുക്ക് എന്താ കറക്റ്റായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫുൾ സപ്പോർട്ട് തന്നുകൊണ്ട് സെറ്റായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ ആകുമ്പോൾ നമ്മളിങ്ങനെ കാമാക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ കൂളായിട്ട് തന്നെ ഷൂട്ട് പോകും. അല്ലെങ്കിൽ അവർ കുറച്ചിങ്ങനെ തിരക്ക് പിടിക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഷൂട്ട് എടുക്കാൻ പറ്റില്ല, സ്റ്റെപ്പ് മറക്കും. എനിക്ക് അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. എനിക്ക് സമാധാനമായിട്ട് എല്ലാം ചെയ്യണം, എന്നാലേ കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായിട്ട് നടക്കുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതലായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ ഷിയാൻതയുടെ ഉമ്മാനെയും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തഗ്ഗാണ്, ഭയങ്കര രസമാണ് ഉമ്മാനായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചിങ്ങനെ നല്ല കോമഡി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തగ్గടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ ചളിയൊക്കെ പറയുന്ന ആൾക്കാർ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ തിരിച്ചിങ്ങനെ ചളി പറഞ്ഞുകൊണ്ടിരിക്കണേ, അതിനോടനുബന്ധിച്ച് ഇങ്ങനെ ചളികൾ പറയില്ല, അങ്ങനത്തെ ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഉമ്മ ആ ഒരു ടൈപ്പാണ്. അപ്പോൾ ഉമ്മാനായാലും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഉമ്മ ഭയങ്കര സ്നേഹമാണ്. പിന്നെ എനിക്ക് ആ ടൈമിലൊന്നും ഉമ്മാനെ ഞാൻ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ ഉമ്മാനായിട്ട് കൂടുതൽ ക്ലോസ് ആയത്.
അപ്പോൾ ഇതാ നമ്മുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്പീക്കറായിട്ടാണ് കേട്ടോ എപ്പോഴും ഷൂട്ടിന് പോകാറില്ല. കാരണം എനിക്ക് ഇങ്ങനെ എന്താ പറയുക, എയർപോഡ് വെച്ചാൽ സെറ്റാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കളിക്കുന്ന ടൈമിൽ എനിക്കത് പോവോ എന്നുള്ള ഒരു ഇതായിരിക്കും. പിന്നെ വിചാരിച്ച പോലെ കളിക്കാൻ പറ്റില്ല. എനിക്ക് നല്ല ഫ്രീ ആയി നല്ല സൗണ്ടിൽ സോങ്ങൊക്കെ ഇട്ട് ഷൂട്ട് എടുക്കണം. പിന്നെ ചെപ്പാറ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഏർലി മോർണിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഫ്രീഡം ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ സോങ് നല്ല സൗണ്ടിൽ തന്നെ പ്ലേ ചെയ്തു. വീട്ടിലെങ്ങനെയാണോ പ്ലേ ചെയ്യുക അതേപോലെ തന്നെ അവിടെയും നല്ല സൗണ്ടിൽ പ്ലേ ചെയ്തു. അപ്പോൾ നല്ല സെറ്റായിട്ട് എന്താ പറയുക ഷൂട്ട് എടുക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റിൽസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി വിചാരിച്ചത് നല്ലോണം ടൈം എടുക്കുമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ എനിക്ക് സ്റ്റെപ്പ് തറവല്ല. പിന്നെ വൈഡും ക്ലോസും എല്ലാറ്റിൻ്റെയും വൈഡും ക്ലോസും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു വൈഡും ക്ലോസും. കാരണം ഈ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ എന്താ പറയുക, എക്സ്പ്രഷൻ വരുന്ന ടൈമിൽ ഒന്നും കൂടി ക്ലോസ് ആയിരിക്കുമല്ലോ രസം ഉണ്ടാവുക വൈഡിനെക്കാട്ടും. അപ്പോൾ 2 എടുത്തിട്ടുണ്ടായിരുന്നു, വൈഡും ക്ലോസും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പക്ഷേ കുറേ ടൈമൊന്നും എടുത്തില്ല, കുറച്ച് ടൈം തന്നെയാണ് ഷൂട്ടിന് എടുത്തുള്ളൂ. സ്റ്റെപ്സ് ഒന്നും ഞാനങ്ങനെ മറന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് ഓർമ്മ വന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തെറ്റിക്കുന്ന ആ ഒരു രീതി ഉണ്ടായിരുന്നില്ല. 1-2 പ്രാവശ്യം തെറ്റിച്ചു, പക്ഷെ അങ്ങനെ കുറേ പ്രാവശ്യം തെറ്റിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ഏട്ടൻ എനിക്ക് നല്ല ഭംഗിയുള്ള കുറച്ച് നല്ല സ്റ്റിൽസ് എടുത്ത് തന്നിട്ടുണ്ട്. ഞാനത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല, എന്തായാലും അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഫോട്ടോസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോഴേക്കും അവിടെ നല്ല വെയിലായിട്ടോ. അപ്പോൾ സൺലൈറ്റ് നല്ലോണം ഫേസിലേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഫോട്ടോസൊന്നും എടുത്തില്ല, കുറച്ച് ഫോട്ടോസ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എടുത്ത ഫോട്ടോസ് എല്ലാം നല്ല ഫോട്ടോസായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, റീൽസ് ഇൻസ്റ്റ ചെക്ക് ചെയ്ത് നോക്കുക. ഞാനതിൽ ട്രാൻസിഷൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഈ ഷൂട്ടിൻ്റെ റീലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫോട്ടോസ് ഇപ്പോഴും എടുത്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, ടൗണിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ഇറ്റ്സ് മീ ഡാൻസ് വിത്ത് അസ് ഇൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഉമ്മ.